ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആറാം പ്രമാണത്തിന്റെ ലംഘനം. ആറാം പ്രമാണം: വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂ ഫിലിംഗ് കാണുക, അശുദ്ധ പാപങ്ങൾ, കണ്ണുകട ആസക്തി, ജഡികാസക്തി, ഭോഗാസക്തി, കാമാസക്തി, അങ്ങനെ ജഡത്തിൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഇത് ശരിക്കും ഒരു പൈശാചിക ബന്ധനമാണ്. ജഡത്തിൻ്റെ ആസക്തിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഇത് ശരിക്കും ഒരു തിന്മയുടെ ബന്ധനമാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 11-12 വചനം ഇങ്ങനെ പറയുന്നു: വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും, തടിക്കഷത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു. വീഞ്ഞ്, പുതുവീഞ്ഞ്, മദ്യം സുബോധത്തെ നശിപ്പിക്കും. തടിക്കഷം, അതായത് വിഗ്രഹത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനം അരുളുന്നു. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. പരസംഗം, അതിനുവേണ്ടി ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു എന്നാണ് പറയുന്നത്. വ്യഭിചാരത്തിൻ്റെ ആത്മാവ് ചില വ്യക്തികളിൽ ഉണ്ട്. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ്, സ്വയംഭോഗത്തിൻ്റെ ദുരാത്മാവ്, കണ്ണുകളുടെ ആസക്തിയുടെ ദുരാത്മാവ്, ജഡികാസക്തിയുടെ കാമവികാരങ്ങളുടെ ദുരാത്മാവ്, അശുദ്ധിയുടെ ദുരാത്മാക്കളുണ്ട്. ആ മേഖലയെക്കുറിച്ചൊക്കെ അടുത്ത ദിവസം കൂടുതൽ വ്യക്തമായിട്ട് പങ്കുവയ്ക്കാം. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിന്റെ 5-4 തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുവാൻ അവർക്ക് അവിടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. അതായത് ദൈവത്തിൻ്റെ അടുത്തേക്ക് അവർക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. വ്യഭിചാരത്തിൻ്റെ ആത്മാവ് അവരിൽ കുടികൊള്ളുന്നു. അതുകൊണ്ടെന്താ? അവർക്ക് കർത്താവിനെ അറിയത്തില്ല. ഇത് ശരിക്കും ഒരു സ്പിരിറ്റാണ്. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് ഒരു ഈവിൾ സ്പിരിറ്റാണ്. ഇതൊരു വ്യക്തിയെ ബന്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആ പാപത്തിലായിരിക്കും. വ്യഭിചാരം ചെയ്യും, കുമ്പസാരിക്കും, പിന്നെ വ്യഭിചാരം ചെയ്യും. ഈ ദുരാത്മാവിനെ ബഹിഷ്കരിക്കണം. വ്യഭിചാരത്തിൻ്റെ ആത്മാവ്, സ്വയംഭോഗത്തിൻ്റെ മറ്റ് ജഡിക പാപങ്ങളുടെ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കണം. അതെങ്ങനെ പറ്റും? അതിന് ഗിഫ്റ്റുള്ള വ്യക്തി പ്രാർത്ഥിക്കണം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അല്ല പിന്നെ നമ്മൾ ആഗ്രഹിച്ച ശക്തമായ ദൈവസ്തുതി ആരാധനയിൽ ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലെ ഇറങ്ങി നമുക്ക് ഡെലിവറൻസ് തരും. അത് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹം പോലെ. അടുത്തൊരു തലം നമ്മൾ വ്യക്തിപരമായിട്ട് ഉപവാസമെടുത്ത് സ്വയം നമുക്ക് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് കുറേയൊക്കെ സാധിക്കും. പക്ഷേ ഏറ്റവും നല്ലത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഡെലിവറൻസ് പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ആഗ്രഹം വേണം, നമുക്ക് ഒരുക്കം വേണം. ഈ കഴിഞ്ഞ ശനിയാഴ്ച ചിറ്റടി വന്ന ഒരു സ്ത്രീ, ഒരു 45 വയസ്സിന് കാണും. ആ സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറയണം: ബ്രദറെ, എനിക്കൊരു വലിയ വിഷയമുണ്ട്. കുറേ പേര് ക്യൂന്ന് കൊണ്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ എന്താ ചേച്ചി വിഷയം? അവർ പറയുകയാണ്, നിങ്ങൾക്ക് ഓർക്കും തമാശ ആയിരിക്കുന്നു. തമാശ അല്ല, ഇതിനുമുമ്പ് ഇതുപോലുള്ള കേസ് എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. അവർ പറയുക, എനിക്ക് ഈശോയുടെ ക്രൂശിത രൂപത്തെ നോക്കത്തില്ല. ഈശോയുടെ ക്രൂശിത രൂപത്തെ എനിക്ക് നോക്കത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതായത് ഇവരുടെ ഉള്ളിൽ ജഡത്തിൻ്റെ ആസക്തിയും ചിന്തകളാണ്. ആ സ്ത്രീ പറയുക, എനിക്ക് ആ ക്രൂശിത രൂപത്തെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ജഡിക ചിന്തകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എനിക്കൊരു ഡെലിവറൻസ് വേണം, എനിക്കിതിനകത്തുനിന്ന് രക്ഷപ്പെടണം. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു പീഡയിലാണ്. ഇതിനുമുമ്പ് ഇതുപോലെ ഉള്ള കേസ് എൻ്റെ അടുക്കൽ ഇതിനുമുമ്പ് നമ്മുടെ താമസമുള്ള ധ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സ്ത്രീ പറയുക, എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പം തന്നെ ഞാൻ ചോദിച്ചു, ചേച്ചി ചെറുപ്രായത്തിൽ ചേച്ചിയെ അല്പം വിവാഹിതയാണ്, മക്കളൊക്കെ പഠിക്കുകയോ ജോലിയൊക്കെ ആയി. ഞാൻ ചോദിച്ചു, ചെറുപ്രായത്തിൽ ചേച്ചിയെ ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ചെറുപ്രായത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ചെയ്തത് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ ചെറുപ്പത്തിലെ വീണുപോയി. പിന്നെ ഒരു ആസക്തി, എവിടെ നോക്കിയാലും കണ്ണിൻ്റെ ആസക്തിയാണ്. 55 വയസ്സുള്ള സ്ത്രീ ഇപ്പോഴും വിഷമിക്കുക. ഞാൻ ശരിക്ക് ഡെലിവറൻസിനൊക്കെ പ്രാർത്ഥിച്ചാൽ വിട്ടത്. ഹല്ലേലൂയ.
ശരിക്കും ആ തിന്മയുടെ ആത്മാവ് അവിടെ ശരീരത്തിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ വ്യാപരിക്കുക. ഇത് ഡെലിവറൻസ് നടക്കണം. അവിടെ വ്യഭിചാരത്തിൻ്റെ ആത്മാവ് അവർ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. അതിശക്തമായ ഒരു വിടുതല് നടന്നേ മതിയാവത്തുള്ളൂ. സാത്താന്റെ കോട്ടകളെ നമ്മൾ ഇടിച്ചു തകർക്കാനായിട്ട് പോവുക ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തകർക്കുന്നേ അതിനുള്ള അധികാരവും അഭിഷേകവും ശക്തിയും കർത്താവ് നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിവിടെ സംഭവിക്കാൻ പോവുക. ദൈവത്തിന്റെ ജനത്തിന് വിടുതൽ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ജനത്തിന് സ്വാതന്ത്ര്യം കിട്ടിയേ മതിയാവത്തുള്ളൂ. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ശക്തിയോടെ കരമടിച്ചുകൊണ്ട് കാരണം ഉയർത്തിയടിച്ച് യേശുവേ എന്ന് വിളിച്ച് കൈയടിച്ച് സ്തുതിച്ചേ. യേശുവേ, യേശുവേ. വേണമെന്ന് നമുക്ക് ശക്തമായൊരു വിടുതല്, വലിയൊരു ഉയർച്ച, അഭിവൃദ്ധി, അനുഗ്രഹം, ആത്മീയ അഭിഷേകം, കൃപാവരങ്ങൾ എല്ലാം നമുക്ക് പ്രാപിക്കണം. ചോദിച്ചോന്നേ, നമ്മുടെ അപ്പനോട് ചോദിക്കാൻ ഒരു മടി വിചാരിക്കണ്ട. നമ്മുടെ അപ്പനോട് ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം. ചോദിക്കത്തില്ലേ? നമ്മുടെ അപ്പനാരാ? ഒച്ചത്തി പറ. ഉറപ്പാ ഈശോ തന്നെ നമ്മുടെ അപ്പൻ. അപ്പനോട് ചോദിച്ചോന്നേ, അപ്പൻ തരും. വെറും കൈയോടെ വിടത്തില്ല. ഹല്ലേലൂയ. കൈയടിച്ച് ഈശോയ്ക്കൊന്ന് മഹത്വം കൊടുത്തേ. നല്ലൊരു കൈയടി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ. വ്യത്യസ്തമായ ജഡിക പാപത്തിൻ്റെ ബന്ധനത്തിൽ മുഴുകി ജീവിക്കുന്നവർ തീരുമാനമെടുക്കണം. ഉറച്ച തീരുമാനമെടുക്കണം. ഈ പാപത്തിൻ്റെ വഴി അല്ലെങ്കിൽ തെറ്റായ ഒരു ബന്ധം ഇതെനിക്ക് വേണ്ട. ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങൾ തീരുമാനമെടുത്താൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിടുതൽ തരും. ഈ തീരുമാനം നിങ്ങൾ എടുക്കണം. ഈ പാപ ജീവിതം, ജഡികമായ ഈ പാപത്തിൻ്റെ ജീവിത വഴി എനിക്ക് വേണ്ട എന്ന ഒരു തീരുമാനം വ്യക്തിപരമായിട്ട് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ എടുക്കുക. 1 കൊരിന്തോസ് 5:9 വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. വ്യഭിചാരികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് നമ്മൾ ഒഴിവാക്കണം. മദ്യപാനം, വ്യഭിചാരം, മറ്റ് മ്ലേച്ഛ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരോടുള്ള ആ കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കണം. അതെന്താ? അവരുമായിട്ട് സമ്പർക്കം അരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? വ്യഭിചാരികളുമായിട്ട് സമ്പർക്കം അരുത്. എന്താ കാര്യം? കാര്യമുണ്ട്. അതായത് വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് നീ വന്നാൽ ഒരുപക്ഷെ ആ ദുരാത്മാവ് നിന്നിലേക്ക് കടന്നു വരും. ആ ദുരാത്മാവിനെ തോൽപ്പിക്കാനുള്ള അഭിഷേകം, പ്രാർത്ഥനയുടെ ശക്തി നിന്നില്ലെങ്കിൽ ആ വ്യക്തിയിലെ അരൂപി നിന്നിലേക്ക് കടക്കും. നിനക്കും അതിൻ്റെ സ്വാധീനമുണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. പിടികിട്ടിയോ? ഉണ്ട്. വ്യഭിചാരികൾ, മദ്യപാനികൾ, തോന്നിവാസം ജീവിക്കുന്നവരുടെ കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കണം. അവരെ സ്നേഹിക്കാം, അവർക്കൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം മാനസാന്തരത്തിന് വേണ്ടി. കൂട്ടുകെട്ട് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വീണ്ടും പറയുന്നു 11-ാം വചനം, പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ. 1 കൊരിന്തോസ് 5:11. അസാൻമാർഗിയോ, അത്യാഗ്രഹിയോ, വിഗ്രഹാരാധകനോ, പരദൂഷകനോ, കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല. വീണ്ടും പറയാ, സംസർഗം പാടില്ല. മദ്യപാനികൾ, കള്ളന്മാർ, വിഗ്രഹാരാധകർ, പരദൂഷകർ, സംസർഗം പാടില്ല. സംസർഗം, ഈ സംസർഗത്തിലൂടെ ആ വ്യക്തിയിലെ ആ സ്പിരിറ്റ് നമ്മളിലേക്ക് വരും. നമ്മളിലേക്ക് വരാൻ കാര്യം എന്താ? ആ സ്പിരിറ്റിനെ തോൽപ്പിക്കാനുള്ള അഭിഷേകം നമുക്കില്ലെങ്കിൽ ആ സ്പിരിറ്റിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് സംസർഗം നമ്മൾ ഒഴിവാക്കണം. മദ്യപാനികൾ, വ്യഭിചാരികൾ, വിഗ്രഹാരാധകർ, കള്ളന്മാർ, തോന്നിവാസം ജീവിക്കുന്നതിനുള്ള ആ ഒരു കൂട്ടുകെട്ടൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. 1 കൊരിന്തോസ് 6:10. അസാൻമാർഗികൾ, വിഗ്രഹ ആരാധകർ, വ്യഭിചാരികൾ, സ്വർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. കണ്ടോ? അസാൻമാർഗികൾക്ക് ദൈവരാജ്യമില്ല. വിഗ്രഹ ആരാധകർ, വ്യഭിചാരികൾ, സ്വർഗഭോഗം, പുരുഷനും സ്ത്രീയും തമ്മിൽ പാപം ചെയ്യുന്നു. സ്വർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ
കവർച്ചക്കാർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. പരദൂഷകർ, നാവിൻ്റെ പാപം എന്താ? വചനം പറയുന്നു, നാവ് തീയാണ്, നാവ് ദുഷ്ടതയുടെ ലോകമാണ്. കള്ളം പറയുക, ചീത്തം പറയുക, കുറ്റം പറയുക, വിമർശിക്കുക, അശ്ലീലം പറയുക, പരദൂഷണം പറയുക, ഇതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങളാണ്. ഇത് നമ്മൾ ഒഴിവാക്കണം. നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നീ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ നിന്റെ നാവിനെ നീ നിയന്ത്രിച്ചിരിക്കണം. കള്ളം പറയുക, കുറ്റം പറയുക, ചീത്ത വിളിക്കുക, മക്കളെ ശപിക്കുക, കെട്ടിയവനെ ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, ചില വായെടുത്ത ചീത്തേ പറയത്തുള്ളൂ. അങ്ങനെയുള്ള ചില മനുഷ്യരൊക്കെ ഉണ്ട്. ഇത് ശരിക്കും തിന്മയുടെ പ്രവൃത്തിയാണ്. അതെല്ലാം ഒഴിവാക്കുക. പരദൂഷണം പറയുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നാവിനെ നന്നായിട്ട് നമ്മൾ ഒന്ന് നിയന്ത്രിച്ചുകൊള്ളുക. ചില ആളുകൾ വാ തുറന്നാൽ വൈദികരെ കുറ്റം പറയുക, സഭയെ കുറ്റം പറയുക, പിതാക്കന്മാരെ കുറ്റം പറയുക, മൊത്തം അടച്ച് ആക്ഷേപിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഇന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് സ്പിരിറ്റുകളാ. ഒന്ന് സഭാ വിരുദ്ധതയുടെ ദുരാത്മാവ്, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തമായ പൈശാചിക അരൂപികൾ ഇന്ന് സമൂഹത്തിൽ, വ്യക്തികളിൽ, പ്രസ്ഥാനങ്ങളിൽ ശക്തമായിട്ടുണ്ട്. സന്യസ്തര്, വൈദികര്, സഭ, പിതാക്കന്മാർ മൊത്തം സഭയെ ഏത് വിധത്തിൽ അപകീർത്തിപ്പെടുത്താൻ, നശിപ്പിക്കാം, അതിനുവേണ്ടി പിശാച് ഉരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ്. സഭാ വിരുദ്ധതയുടെ ദുരാത്മാവ് അനേകരിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് അൺഫെയ്ത്ത്, അവിശ്വാസത്തിന്റെ ആത്മാവ്. ഇന്ന് അനേകം യുവാക്കന്മാരെ പിടികൂടിയിരിക്കുന്ന ഒരു ആത്മാവാണ് അവിശ്വാസം. വിശ്വാസമില്ല. ഈയിടെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞാണ്, അവര് സ്കൂളിൽ പഠിക്കുന്ന കാലം +2 വരെ ഒന്നിച്ചു പഠിച്ച കൂട്ടുകാർ, ഒരു 10-15 പേര് ആ ക്ലാസ്സിൽ ആൺകുട്ടികളുണ്ട്. ഒറ്റക്കെട്ടായിരുന്ന കൂട്ടുകാരായിരുന്നു. അതിൽ 2-3 പേര് അക്രൈസ്തർ, ബാക്കി മൊത്തം ക്രിസ്ത്യാനികളാണ്. ആ സഹോദരൻ പറയുകയാണ്, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ കൂട്ടുകാർ ഒറ്റ ഒരെണ്ണം പോലും പള്ളിയിൽ പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല, ഒരു പരിപാടിയില്ല. ഈ മകൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞാൽ ആണ് എൻ്റെ കൂട്ടുകാർ പലരും കല്യാണമൊക്കെ കഴിച്ചു. അന്ന് കല്യാണത്തിന് പള്ളിയിൽ പോയി, അല്ലാതെ പള്ളിയിൽ പോക്കില്ല, കുമ്പസാരമില്ല, കൂദാശയില്ല, അച്ഛന്മാർ, സഭ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാണ് കേട്ടോ. ഇതുപോലെ ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിശ്വാസത്തിന്റെ ദുരാത്മാവ് അനേക വ്യക്തികളെ ബന്ധനത്തിലാക്കിയിരിക്കുക. ഈ മേഖലയിലും ഒരു വിടുതൽ നമുക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. ഇവിടെ നമ്മൾ കുറേ പാപത്തിൻ്റെ മേലെ കണ്ടു. വിഗ്രഹ ആരാധന, വ്യഭിചാരം, സ്വർഗഭോഗം, കള്ളത്തരം കാണിക്കുക, അതുപോലെ തന്നെ മദ്യപാനം, പരദൂഷണം, അത്യാഗ്രഹം, കവർച്ച, ഇവര് ദൈവരാജ്യം അവകാശപ്പെടുത്തത്തില്ല. അപ്പോൾ ഇതൊക്കെ പാപത്തിൻ്റെ മേഖലകളാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കത്തില്ല എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ കർത്താവിനെ ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് മനഃപൂർവ്വം ഒരു പാപം ചെയ്ത് ഞാൻ വേദനിപ്പിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനം ഹൃദയത്തിൽ എടുക്കണം. എൻ്റെ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താം, എൻ്റെ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം, എൻ്റെ ദൈവത്തിനു വേണ്ടി എന്തു ചെയ്യാം, ഇത് നമ്മൾ ഓരോ നിമിഷം ചിന്തിക്കേണ്ടവരാണ്. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പാപത്തിൻ്റെ വഴിയിലേക്കും പോകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും അങ്ങനെ നമ്മൾ വളർത്താനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു പാപത്തിൻ്റെ മേഖലയാണ് കൊലപാതകം. ഹോസിയ 9:14 പറയുന്നുണ്ട്. അതായത് അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനമാണ് ഹോസിയ 9:14. കർത്താവേ, അവർക്ക് കൊടുക്കുക, അങ്ങ് എന്തു കൊടുക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങൾ കൊടുക്കുക. അലസിപ്പോകുന്ന ഗർഭപാത്രം, വരണ്ട സ്ഥലങ്ങൾ കൊടുക്കുക. ഹല്ലേലൂയ. അബോർഷൻ വലിയൊരു പാപമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളമായിട്ട് അബോർഷൻ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അബോർഷൻ ഒരിക്കലും ചെയ്യാനോ ചെയ്യിക്കാനോ അതിന് കൂട്ടുനിൽക്കാനോ നമ്മൾ പാടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അല്ല, അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പാപത്തിൻ്റെ വഴികളിൽ പോയിട്ടുണ്ടെങ്കിൽ, നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ പശ്ചാത്തപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ
ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് കൊലപാതകം, മയക്കുമരുന്ന്, മദ്യം. ഇന്ന് കണ്ടമാനമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടു, 51 ദിവസം മനോരമയുടെ ഹെഡിങ് ആയിരുന്നു, 59 ദിവസം 70 കൊലപാതകം. ആ ഹെഡിങ് വായിച്ചു വരുന്ന കരമത്തി കാണിച്ചേ, 59 ദിവസം 70 കൊലപാതകം, മനോരമയുടെ ഹെഡിങ്. ആ വായിച്ചു വരുന്ന കരമത്തി കാണിച്ചേ. പത്രം പോലും വായിക്കുന്നില്ല, അവിടെ ഏതാനും പേര് കരമെത്തുന്നുണ്ട്. ഉണ്ടോ? 59 ദിവസം കൊണ്ട് കേരളത്തിൽ നടന്നത് 70 കൊലപാതകം. എത്ര ഭീകരമാണെന്ന് നോക്കിയേ. ഇന്നലെ അത് കൊലപാതകം തന്നെയല്ല, ആത്മഹത്യകളുമുണ്ട്. എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത്? ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നിട്ട് അവൻ പറഞ്ഞത് ജന്മം തന്നതിന് ആണ്, അമ്മ ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണ് മകൻ വെട്ടിക്കൊന്നു അമ്മയെ. വേറൊരു മകൻ ഇതാ വീട്ടിലുള്ള എല്ലാവരെയും അടിച്ചു കൊന്നു. എത്ര കൊലപാതകങ്ങൾ! കാമുകന് കഷായത്തിനകത്ത് വിഷം കൊടുത്തു കൊന്നു. കൊലപാതകത്തിൻ്റെ ഒരു പരമ്പരയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നല്ലൊരു പെൺകുട്ടി ട്രെയിനിന് തലവെച്ച് മരിച്ചു. IB ഉദ്യോഗസ്ഥയാണ്. കൊലപാതകവും ആത്മഹത്യയും കണ്ടമാനം പെരുകുന്നു. എന്താ കാര്യം? അതുപോലെ ഈ തിന്മയുടെ അരൂപി, കൊലപാതകത്തിൻ്റെയും ആത്മഹത്യയുടെയൊക്കെ അരൂപികൾ കണ്ടമാനം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 51 അധ്യായം 20 വചനം, വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു. വയലിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു. അതെങ്ങനെ? മാൻ വലയിൽ കുടുങ്ങിയാലത്തെ അവസ്ഥ എന്താ? മാൻ വലയിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടാൻ പറ്റുമോ? കുടുങ്ങിയതുപോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുക. എങ്ങനെയാണ് മയങ്ങിക്കിടക്കുന്നത്? മയക്കമെന്ന് എങ്ങനെയാ? മയക്കുമരുന്നൊക്കെ അടിച്ച്, അല്ലെ ലഹരിയൊക്കെ അടിച്ച് മയങ്ങിക്കിടക്കാണ്. ഹല്ലേലൂയ. അവരുടെ മേൽ കർത്താവിൻ്റെ ക്രോധവും ദൈവത്തിൻ്റെ സ്പർശനവും കുന്നുകൂടിയിരിക്കുന്നു. അതിപീഡനം സഹിക്കുന്നവളെ, വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ. ഉണ്ടോ? അതെങ്ങനെ? വീഞ്ഞു കുടിക്കാതെ, മദ്യം കുടിക്കാതെ എങ്ങനെ ബോധമറ്റത്? മയക്കുമരുന്ന് അടിച്ചാൽ മതി, സുബോധം മൊത്തം പോവും. വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ കേൾക്കുക. ഹല്ലേലൂയ. ഇന്നിത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ അടുത്ത നാളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീഡിയോ കാണാനിടയായി. തിരുവനന്തപുരം കടപ്പുറത്ത് നിന്ന് അവിടെയുള്ള ആളുകളോട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് വീഡിയോ. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ മക്കളെ വളരെ സൂക്ഷിക്കണം, മയക്കുമരുന്നിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പെട്ടുപോകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മയക്കുമരുന്നുമായിട്ട് പോലീസ് പിടിച്ചു. ഇവർ പിടിച്ച ഈ കൊച്ചിന് മയക്കുമരുന്ന് വിൽപ്പനക്കാർ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്നവർ കൊടുത്ത് ഈ കുഞ്ഞിനെ കെണിയിലാക്കി. പിന്നെ ഈ കൊച്ചിന് മയക്കുമരുന്നില്ലാതായി, കിട്ടത്തില്ലാതെ നിവൃത്തിയില്ലാതായി. അപ്പം ഈ കൊച്ചിനെ കാരിയറാക്കി മയക്കുമരുന്ന് മറ്റവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വാഹകയാക്കി മാറ്റി. അങ്ങനെ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ളത് കിട്ടും. MDMA എന്ന മയക്കുമരുന്നാണ്. അത് സിന്തറ്റിക് മയക്കുമരുന്നാണ്, ലാസരഗരിയാണ്. അത് ഉപയോഗിച്ചാൽ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി, പെട്ടുപോയി തന്നെ, പിന്നെ രക്ഷപ്പെടാൻ വലിയ പാടാണ്. അപ്പോൾ ഈ 8 വയസ്സുകാരൻ ഇതിന് അടിമയായി. വീട്ടുകാരൊന്നും അറിയുന്നില്ല. ഈ പാവം കുട്ടിയെ MDMA ആയിട്ട് പിടിക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളാണ്. മാതാപിതാക്കളെ, വീട്ടുകാരെ വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, കേസൊന്നും എടുത്തില്ല. ആ കുഞ്ഞിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 3ാമത്തെ ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. മയക്കുമരുന്ന് കിട്ടാനില്ല, ഒരു വീട്ടിൽ തന്നെ കൊച്ചിനെ വിടുന്നില്ല. 3ാം ദിവസം കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ. അവിടെ എത്രയോ കുഞ്ഞുങ്ങള് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെ ലഹരിയിൽ യുവതിവാക്കന്മാർ. നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. ശരിക്കും ഈ ലഹരി പാപമാണ്, മദ്യപാനം പാപമാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇത് ജീവിതത്തെ തകർക്കും, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാതെ അവർ ഇതിൻ്റെ ഒരു അടിമത്വത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സങ്കടകരമായ കാര്യമാണ്. എത്രയോ മാതാപിതാക്കളാണ് സങ്കടപ്പെടുന്നറിയോ, മക്കൾ ഇതിൻ്റെ ഒരു അവസ്ഥയിലായിട്ട്. ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും മയക്കുമരുന്ന് കണ്ടമാനമായിട്ട് വിൽപ്പനയുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അല്ലാതുള്ളവരൊക്കെ ഈ ലഹരി കഴിക്കുന്നുണ്ട്, അതിൻ്റെ അടിമത്വത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും നേരിടേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.